പ്രധാനപ്പെട്ട വാർത്തയാണ് വരുന്നത്. നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിച്ചിരിക്കുന്നു. ആശ്വാസകരമായ വാർത്ത. ഇത് സംബന്ധിച്ച സൂചനകൾ ആദ്യം തന്നെ റിപ്പോർട്ടറാണ് നൽകിയിരുന്നത്. ചർച്ചകൾ പോസിറ്റീവായി പുരോഗമിക്കുന്നു എന്നുള്ളതും നാളത്തെ വധശിക്ഷ നടക്കില്ല എന്നുള്ള ആശ്വാസകരമായ വാർത്ത രാജ്യത്തെ സംബന്ധിച്ച്, നാടിനെ സംബന്ധിച്ച്, നിമിഷപ്രിയയുടെ ബന്ധുക്കളെ സംബന്ധിച്ച് ഏറ്റവും ആശ്വാസകരമായ വാർത്തയാണ്. നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിച്ചു എന്നുള്ള വാർത്തയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. നേരത്തെ സർക്കാർ ഇടപെടൽ ഒരു വശത്ത് നടന്നിരുന്നു. അത് അധികം മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യമുണ്ടായിരുന്നു. ഇപ്പോൾ ജിമ്മി ജെയിംസ് വിവരങ്ങളുമായി. ജിമ്മി, ഇപ്പോൾ ആരുടെ ഇടപെടൽ ഫലിച്ചിരിക്കുന്നു? നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിച്ചിരിക്കുന്നു. എന്നാൽ നാളെ നടക്കില്ല എന്ന് മാത്രമല്ല, വധശിക്ഷ ഉണ്ടാകില്ല എന്ന് തന്നെയല്ലേ അർത്ഥം? സ്മൃതി, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നതാണ്, അതിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ബുധനാഴ്ച വധശിക്ഷ മരവിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. നേരത്തെ പറഞ്ഞിരുന്നു, വധശിക്ഷ മരവിപ്പിച്ചിരിക്കുന്നു. ബുധനാഴ്ച നടക്കാനുള്ള വധശിക്ഷ മരവിപ്പിച്ചിരിക്കുന്നു. ഇനിയൊരു മറ്റൊരു തീയതിയില്ല എന്ന് വെച്ചാൽ തൽക്കാലം നിമിഷപ്രിയയുടെ വധശിക്ഷ നടക്കില്ല എന്ന് തന്നെയാണ് ഒരു മനസ്സോടെ കേരളത്തിലുള്ളവരും കേന്ദ്രത്തിലുമൊക്കെ എല്ലാവരും വളരെ സജീവമായി ഇടപെട്ട 48 മണിക്കൂറുകൾ കഴിയുമ്പോൾ നിമിഷപ്രിയയ്ക്കും അവരുടെ കുടുംബത്തിനും കേരളത്തിനാകെയും ആശ്വാസം വന്നിരിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസമായി നടന്ന ചർച്ചകൾ ഫലപ്രദമായിരിക്കുന്നു. നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിച്ചിരിക്കുന്നു. നാളെ നടക്കില്ല. അതായത് അതിൻ്റെ അർത്ഥം കുടുംബം വഴങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. മരിച്ചുപോയ യമൻ പൗരൻ്റെ കുടുംബം തയ്യാറായിരിക്കുന്നു. ബ്ലഡ് മണിയിലേക്കായിരിക്കാം കാര്യങ്ങൾ നീങ്ങുക. അതിലേക്കുള്ള ചർച്ചയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് വെച്ചാൽ ഇനി അങ്ങോട്ട് ബ്ലഡ് മണിയുടെ കാര്യത്തിലുള്ള ചർച്ചകളിലേക്കായിരിക്കും കാര്യം നീങ്ങുക. നിഷ്പ്രയാസം നിമിഷപ്രിയയെ തൂക്കുകയറിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവരാൻ നമുക്ക് കഴിയുമെന്നുള്ളതിൻ്റെ വലിയ സൂചനയാണ് നൽകിയിരിക്കുന്നത്. വധശിക്ഷ ഇല്ല എന്നുള്ളത്, മരവിപ്പിച്ചിരിക്കുന്നുള്ളത് വളരെ വളരെ വലിയ ആശ്വാസം. ഇതിപ്പോൾ ഈ കാന്തപുരത്തിന്റെ ഇടപെടലാണോ ഇപ്പോൾ ഇതിൽ ഗുണം ചെയ്തിരിക്കുന്നത്? അതിലൊരു നീക്കം ഉണ്ടായത് കാന്തപുരത്തിന്റെ ഇടപെടലാണോ? അവിടുത്തെ മതപണ്ഡിതരുമായുള്ള, സൂഫി പണ്ഡിതരുമായുള്ള ചർച്ച, അതാണോ ഇപ്പോൾ ഗുണം ചെയ്തിരിക്കുന്നത്? സ്മൃതി, 2 കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഒന്ന്, കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വളരെ വലിയ സമ്മർദ്ദം ഉണ്ടാകും നമ്മൾ കണ്ടു. ഗവർണർ ഇടപെടുന്ന കാര്യം നാം കണ്ടു. അതിന് പിന്നാലെയാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഈ കാര്യത്തിൽ അവിടുത്തെ മതപണ്ഡിതരുമായി ചർച്ച നടത്തി തുടങ്ങിയത് ഇന്നലെ. അതിനുശേഷം ഇപ്പോൾ ഒരു പ്രതിനിധി അങ്ങോട്ട് അയക്കാനും തീരുമാനിച്ചിരിക്കുന്നു. ഇങ്ങനെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഭാഗത്തു നിന്നും രണ്ട് ഭാഗങ്ങളിൽ നിന്നുള്ള വലിയ സമ്മർദ്ദമാണ് ഇപ്പോൾ ഫലം ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. കേരളത്തിൽ നിന്നും ഗവർണർ രാജേന്ദ്ര അർലേക്കർ വിദേശകാര്യ മന്ത്രാലയവുമായി സംസാരിച്ചിരുന്നു. യമനിലെ ഭരണാധികാരികളുമായി നിരന്തര സമ്പർക്കത്തിലാണെന്നും അനൌദ്യോഗിക ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നും നേരത്തെ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചതാണ്. വ്യവസായ പ്രമുഖൻ MA യൂസഫ് അലിയുടെ ഇടപെടലും ഇതിലുണ്ടായിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അദ്ദേഹവുമായിട്ടും ഗവർണർ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ നിരവധി ഇടപെടലുകൾ ഒരേ സമയമുള്ള സമ്മർദ്ദം അത് ഫലം ചെയ്തു എന്ന് വേണം കരുതാൻ, അല്ലേ? അതെ സ്മൃതി, ഇപ്പോൾ ആക്ഷൻ കൗൺസിലിന്റെ ഭാഗത്ത് നിന്ന് കാന്തപുരത്തിന് നന്ദി അവർ പറയുകയാണ്. എന്ന് വെച്ചാൽ അവർക്കായിരിക്കും കാര്യങ്ങൾ കുറച്ചുകൂടെ കൃത്യമായി അറിയുക. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കഴിഞ്ഞ 2 ദിവസം, ഇന്നലെയും ഇന്നും നടത്തിയ ഇടപെടലാണ് ഇതിൽ നിർണായകമായിരിക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അവിടുത്തെ മതപണ്ഡിതരുമായി ചർച്ച നടത്തി ആ കുടുംബത്തിലെ ഒരു അംഗത്തെ ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. ഒരു മേശയ്ക്ക് വളരെ പ്രധാനമാണ്. യമനിലെ സൂഫി പണ്ഡിതൻ ഷെയ്ഖ് ഹബീബ് ഉമറുമായി കാന്തപുരത്തുള്ള അടുപ്പം വലിയ രീതിയിൽ ഗുണം ചെയ്തു എന്ന് മനസ്സിലാക്കാൻ. PR സുനിൽ, അതല്ലേ യഥാർത്ഥത്തിൽ ഇപ്പോൾ വധശിക്ഷ മരവിപ്പിക്കുന്ന തീരുമാനത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് എന്നാണ് അറിയേണ്ടത്. യമനിലെ സൂഫി പണ്ഡിതൻ ഷെയ്ഖ് ഹബീബ് ഉമറിന്റെ ഇടപെടലുകൾ നിർണായകമായിരിക്കുന്നു. കാന്തപുരവുമായി അടുത്ത സൗഹൃദമുണ്ട് ഷെയ്ഖ് ഹബീബിന്.